നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇത് സുധാസാണ് കൊണ്ടോട്ടിന്ന്. ഞാനിപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായി വന്നത് യോഗയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റംസായ ഫേസ് മസാജ് എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ 40+ കഴിഞ്ഞ ആളുകൾക്കൊക്കെ പത്രം വായിക്കാനും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്ക് പല ആളുകൾക്കും ഉണ്ട് ആ വിഷയം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമുള്ള ആളുകൾക്ക്, എനിക്കിപ്പോൾ ഒരു കണ്ണിന് ഭയങ്കര പ്രയാസത്തിന് പത്രം വായിക്കാനും പുസ്തകം വായിക്കാനൊക്കെ, ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കലൊക്കെ ഇപ്പോൾ നിർത്തിയിരുന്നു ഞാൻ, കാഴ്ചൻ്റെ പ്രശ്നം ഉണ്ടായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഒരു മാറ്റം ഉണ്ടായത്. ഒരു 3-4 മാസമായി ഞാൻ ഈ യോഗ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ശാരീരികമായിട്ട് പല കാര്യങ്ങളും ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല സുഖകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. അപ്പം ഈ ഒരു ഐറ്റംസ് കൊണ്ട് എനിക്കുണ്ടായത് കാഴ്ച നന്നാക്കി തെളിഞ്ഞ് വരുന്നുണ്ടെന്നാണ്. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ സുഖമായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടി ഇത് ഷെയർ ചെയ്യണമെന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യുക. വീഡിയോ ചെയ്തിട്ടും ഇതൊന്നും പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് കിടക്കട്ടെ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂർ നിർബന്ധമായിട്ടും എല്ലാവരും ഒരു അരമണിക്കൂർ ഇത് എന്തെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുക. അസുഖങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും അസുഖങ്ങളെ അകറ്റാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. മരുന്നല്ല അതിനൊരു മാർഗം. മരുന്ന് കുടിക്കാത്തൊരു സാഹചര്യമാണ് നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കട്ടെ. ആദ്യം കൈ നന്നാക്കി ചൂടാക്കുക, ചൂടാക്കുക. ചൂടായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം കണ്ണിൽ ചൂട് തട്ടുന്ന രൂപത്തിൽ 2-3 സെക്കൻഡ് വെക്കുക. എന്നിട്ട് ഈ കയ്യിൻ്റെ ഈ നീളമുള്ള വിരൽ നന്നാക്കി ഈ കണ്ണിൻ്റെ കുഴിയിൽ നന്നാക്കി ഒഴിഞ്ഞിട്ട് മുഖം അമർത്തി ചടുക. വീണ്ടും കണ്ണിൻ്റെ കുഴി മൂന്ന് പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ട് 4-ാമത്തെ പ്രാവശ്യം കണ്ണ് തടവുക. അമർത്തി തടവി കണ്ണ് കേടെടുത്തരുത്. കണ്ണിനും കേടെറ്റാത്ത രൂപത്തിൽ തടവി മുഖം നന്നാക്കി ഒഴിയുക. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം, ഒരു 3 പ്രാവശ്യം മിനിമം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ കാതലായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നുള്ളൊരു ഉറപ്പാണ്. അത് 1 ദിവസം 2 ദിവസം ഒരാഴ്ച ഒക്കെ ചെയ്തിട്ട് എനിക്ക് മാറ്റമില്ല എന്ന് പറയരുത്. അപ്പോൾ നമുക്കും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സമയം കണ്ടെത്തുക. ഹോസ്പിറ്റലിലേക്ക് ഓടാതെ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് മാക്സിമം റെഡി ആയിട്ട് ചെയ്യാൻ മാത്രം ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുക. ഹോസ്പിറ്റലുകാരൊക്കെ നമ്മളെ പണമാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ ആരോഗ്യമില്ലാതെ തിരിച്ചറിവാണ് നമുക്കൊക്കെ വേണ്ടത്. അപ്പോൾ നമ്മൾ ചൂഷണം ചെയ്യാണ്, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിലുള്ള ഹോസ്പിറ്റലുകൾ മൊത്തം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.